ഹായ് എവരി വൺ, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഈ ഒരു നല്ലൊരു റിവ്യൂസും ഫീഡ്ബാക്സും എല്ലാം ഞാൻ എൻ്റെ പ്രീവിയസ് വീഡിയോസിലൂടെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു സപ്പോർട്ട് അങ്ങോട്ടേക്കും പ്രതീക്ഷിക്കുന്നു. ഞാൻ അങ്ങനെ ഭയങ്കര വ്യൂസ് കിട്ടും അല്ലെങ്കിൽ കുറേ നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും ഒന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടല്ല ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും നല്ല രീതിയിൽ സപ്പോർട്ടൊക്കെ കിട്ടുന്ന കാണുമ്പം ഭയങ്കര സന്തോഷമുണ്ട്. ഈ ഒരു വീഡിയോൻ്റെ മെയിൻ ഉദ്ദേശം, ഈ വീഡിയോ ഞാൻ എടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏപ്രിൽ എൻ്റെ കല്യാണമാണെന്നുള്ളത്. അപ്പം ഏപ്രിലിൽ കല്യാണത്തിന് നമുക്ക് പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ ഞാൻ ചില വീഡിയോ ആക്കിയിട്ട് ഇടാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ഒന്നാണ് പ്രീ വെഡിങ് ഷൂട്ട്. അപ്പോൾ നമ്മൾ ഈ പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ ഷൂട്ടിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ ഒരു വ്ളോഗാക്കിയിട്ടാലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പം ആ ഒരു കാര്യങ്ങൾ ഈ ഒരു വ്ളോഗിലൂടെ കാണിക്കുക എന്ന് കരുതിയിട്ടാണ് ഞാനിപ്പം ഈ വ്ളോഗ് ചെയ്യുന്നത്. നമ്മുടെ രണ്ടാളെയും ക്യാമറാമാൻ വേറെ വേറെയാണ്. പൊതുവേ ഇപ്പം കണ്ടുവരുന്ന ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാൾക്കും ഒരു ക്യാമറാമാനായിട്ടാണ് കാണുന്നത്. പക്ഷേ എൻ്റെ ക്യാമറാമാൻ വേറെയാണ്, അമലേട്ടൻ്റെ ക്യാമറാമാൻ വേറെയാണ്. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എൻ്റെ അമലേട്ടൻ്റെ ക്യാമറാമാൻ ട്രഡീഷണൽ എടുക്കും. എൻ്റെ ക്യാമറാമാനെ കൊണ്ട് ഞാൻ പ്രീ വെഡിങ് ഷൂട്ട് ചെയ്യിക്കുന്നില്ല. എൻ്റെ ക്യാമറാമാനെ കൊണ്ട് ഞാൻ ഇതാണ് ചെയ്യിക്കുന്നത്, പോസ്റ്റ് വെഡിങ് ഷൂട്ടാണ് ചെയ്യിക്കുന്നത്. കാരണം അമലേട്ടനെ അറിയുന്ന ഒരു കുട്ടിയുണ്ട്, ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി, ഞാൻ ഓളെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേങ്കിൽ കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പം ഞാൻ ഓളെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത് തന്നെ ഇനിയിപ്പം പ്രീ വെഡിങ് ഷൂട്ടിൻ്റെ ആ സമയത്തായിരിക്കും. ഓള് ഫ്രീലാൻസറാണ്, ഓള് ഗൾഫിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓള് നാട്ടിൽ വന്ന സമയത്ത് നമുക്കിങ്ങനെ ചെയ്യാം എന്നുള്ളൊരിത് വന്നപ്പം ഓള് ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓളെ വിളിച്ചത്. പ്രിപ്പറേഷൻസും നമ്മൾ ഈ സേവ് ദ ഡേറ്റിൻ്റെ ചില പാർട്സും ഈ ഒരു വ്ളോഗാക്കി ഇടുക എന്ന് കരുതിയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നിങ്ങളെ എന്താ പറയണ്ടേ, എൻ്റെ ഈ വീഡിയോസിലേക്ക് വെൽക്കം. നമ്മൾ കണ്ണൂരുള്ള സെക്യൂറ മാളിലെ എക്സ്പാൻഷനിലാണ് ഡ്രസ്സ് എടുക്കാൻ പോയത്. പക്ഷേ ഡ്രസ്സൊന്നും വിചാരിച്ചതിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ഫുഡെല്ലാം കഴിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. നൈറ്റ് വേഗം ലേറ്റായിന്. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. നമ്മൾ ഉദ്ദേശിച്ചതൊരു വെസ്റ്റേൺ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ്. അതായത് ഈ ബ്രൗൺ കളറ്, ഓഫ് വൈറ്റ്, ആ ഒരു ടൈപ്പ്. അതെല്ലാം ഈ പരതിക്കൊണ്ടിരിക്കുന്നത്. കുറേ സെർച്ചിങ്ങിന് ശേഷം നമ്മളിത് കൺഫേം ചെയ്തു, ഫുഡ് കഴിച്ചു, വീട്ടിലേക്ക് എത്തി. സോ ഗായ്സ്, ഇതാണ് എൻ്റെ സേവ് ദ ഡേറ്റിൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ ഇത്രയും ദിവസം ഇങ്ങനെ കഷ്ടപ്പെട്ട് പോയി വാങ്ങിയിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ്. ഇതെൻ്റെ ഡ്രസ്സിൻ്റെത്. അപ്പം എന്താ പറയുക, ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഔട്ട്ഫിറ്റ്. അതേപോലെ പിന്നെ എന്താ പറയുക, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടെങ്കിൽ അതിൻ്റെ തലേന്ന് ഞാൻ ഇടുന്ന കോസ്റ്റ്യൂംസ് എല്ലാം വെറുതെ ഒന്ന് ഇട്ട് ട്രയൽ ചെയ്ത് നോക്കിയിട്ടേ ഞാൻ പോകുള്ളൂ എവിടെയെങ്കിലും. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയത്. നാളെയാണ് നമ്മുടെ സേവ് ദ ഡേറ്റ് വരുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം സെലക്ഷൻ ക്രെഡിറ്റ് എല്ലാം പോകുന്നത് അവളാണ്. ഈ ഡ്രസ്സ്, പാൻറ് എല്ലാം. പക്ഷെ ഞാൻ ഈ ഓർണമെന്റ്സ് എല്ലാം ഞാൻ എടുത്തതാണ്. നല്ല സുലി ഈ ഓർണമെന്റ്സ്. ഇത് കണ്ടാ, ഇത് വെറൈറ്റിയാണ്. ഇത് ഞാൻ സ്റ്റുഡിയോന്ന് എടുത്തു. ഇതെല്ലാം അപ്പം കാതില് ട്രെൻഡ്സ് ഉണ്ട്. അപ്പം ഐ എം സോ സാറ്റിസ്ഫൈഡ് വിത്ത് ദിസ് ഡ്രസ്. ഹായ്, ഇപ്പം സമയം 5:45 അപ്പം 5:45 കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 6:45 സൺറൈസ് ഉണ്ട്. അപ്പം അതിൻ്റെ ആ ഒരു ഇതിൽ ചെയ്യാൻ പറഞ്ഞിട്ടാണ് ഉണ്ടായത്. അപ്പം ഹർഷ പറഞ്ഞത് വൈകുന്നേരം പോകാമെന്നാണ് പറഞ്ഞത്. പക്ഷെ എനിക്ക് സമയമില്ല, അവലാട്ടിന് സമയമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലുള്ള. അപ്പം സന്തോഷമുണ്ട്, പക്ഷേ എങ്കിൽ ഇങ്ങനെ ഉറക്കം വരുന്നത് രാവിലെ തന്നെ ആയതുകൊണ്ട്. അപ്പം അങ്ങനെയുള്ളത്. അപ്പം ഞാനിപ്പോൾ റെഡിയാവും. റെഡി ആയതിന് ശേഷം നമ്മൾ നേരെ പോകായിരിക്കും. എന്നെ അവലാട്ടം പിക്ക് ചെയ്യും, ഹർഷനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിക്ക് ചെയ്യും. അങ്ങനെയുള്ളത്. വേറെ എന്നപ്പം വേറെ ഒന്നും. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇതെല്ലാം ഞാൻ എൻ്റെ വ്ളോഗ് എടുക്കാൻ വേണ്ടി എടുത്ത സാധനങ്ങളാണ്. ഇത് വ്ളോഗിൻ്റെ പ്രോപ്പർട്ടീസ് അല്ല, വ്ളോഗല്ല, ഷൂട്ടിൻ്റെ പ്രോപ്പർട്ടീസ്. പിന്നെന്താ പറയുക, അവലായിട്ട് ഇപ്പം ഇറങ്ങാമെന്ന് പറഞ്ഞാൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ താഴെ വന്നു.
അപ്പോൾ നോക്കുമ്പം പറയാം ഇല്ല ഞാൻ ഒരു 5 മിനിറ്റ് കൂടി ഞാൻ ഇനിയിപ്പോൾ കുറേ നിൽക്കണം പോസ്റ്റായിട്ട്. പൊന്നു മോളെ ഒന്ന് വീഡിയോയുടെ കല്യാണം കഴിഞ്ഞിട്ട് മതി. നിക്ക് ഓക്കെ, നമ്മള് മീൻകുന്ന് ബീച്ചിലേക്ക് പോകാൻ പോകും. എന്റെ പൊന്നു ഗൈസ്, ഹർഷെത്തി ഞങ്ങള് പിന്നെ മീൻകുന്ന് ബീച്ചിലേക്ക് പോകാൻ പോകും. യൂട്യൂബിലിടാൻ നീ ഇതെല്ലാം ഇങ്ങനെ ചാറാതെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നു. ഗൈസ് എത്തിയിരിക്കും. ഇല്ല നിന്റെ എടുക്കുന്നില്ല, എത്തിയിരിക്കുന്നു ഗൈസ്. ഇവിടെ ഇത് കണ്ട എന്നെ എടുക്കരുത്, എന്നെ കോലം കാണുന്നുണ്ടോ? ഇവിടെ ഡ്രസ്സ് ഇതാകുന്നോണ്ട് ഇവളിങ്ങനെ ഇവിടെ ഇട്ടിട്ടുള്ള. മുഖം വേർത്ത് ഇതാവുന്നതിന് മുന്നേ ഞാൻ വാട്സപ്പ് എടുത്ത് ഒഴിവാക്കട്ടെ കേട്ടോ. എന്നാണ് പറയുന്നത്. മൂദേവി ഒന്ന് ബെച്ചതിന്റെ തിരിഞ്ഞിരിക്കുന്ന കുറച്ചും കൂടി ഇങ്ങോട്ട് തിരി, ഇങ്ങോട്ട് തിരി. ആ എന്നിട്ട് ഓരോ ബാക്കോട്ട് മേത്തിന് എടുക്കാം. പാകുന്നു ശരിക്കും ചേട്ടനെ നോക്കി ചിരിക്കൂ. ചിരിക്കേ, പല്ലാണ് ചിരിക്കേ, പല്ല് പല്ല് പല്ല്. അങ്ങനെയല്ല ഇങ്ങനെ ഇങ്ങനെ എടുക്കും. ആ ഇതല്ലേ പാടി ഉണ്ടായേ. ഗൈസ് പാക്കപ്പ് ആയി. How do you feel? How do you feel? വെരി ടയർഡ്. Yeah. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, അങ്ങനെയാണുള്ളത്. ഓക്കെ ബൈ. സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്